ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ എന്തെല്ലാവർക്കും വിശേഷം? സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വേഷം കണ്ടിട്ട് മനസ്സിലായോ? ഞാൻ അമ്പലത്തിലൊക്കെ ഒന്ന് പോയതായിരുന്നു കേട്ടോ. നമ്മൾ കരുളായി ചമ്മന്തട്ട ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി. കുറേ നാളായിരുന്നു ഞാൻ അവിടെ പോയിട്ട്. മറ്റ് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മന്തിൽ ഒരു തവണ പോയിരുന്നു കേട്ടോ അവിടെ. ഇപ്പോൾ 2 മാസത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ 2 ദിവസം മുന്നേ പൂക്കോട്ടുമാർക്ക് വില്ലോത്തിലൊന്ന് പോയി, പിന്നെ ചെമ്മന്തട്ടയും പോയി. എല്ലാവരും കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ കഠിന പായസമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പായസം. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. കത്തൂസിൻ്റെ പേരിൽ വഴിപാടെടുത്തിയതാണ് കേട്ടോ. അപ്പം എന്തായാലും ചായ കുടിക്കുന്നതിന് മുന്നേ ഇതൊക്കെ കഴിക്കാം അല്ലേ. പിന്നെ എന്താ പറയണോ, മക്കളാരും പോന്നിട്ടില്ല കേട്ടോ. രാവിലെ എണീക്കിട്ട് കുളിക്കാനുള്ള മടിയാണ്. അമ്പലത്തേക്ക് പോകണതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ആ രാവിലെ എണീക്കണമല്ലോ, അത് മടിച്ചിട്ട്. വൈകുന്നേരത്തെ ഇങ്ങനെ പറയും, ഞാൻ പറയും നമുക്ക് നാളെ അമ്പലത്തിൽ പോയാലോ എന്നറിയില്ലോ. അപ്പം കിച്ചിട്ട് പറയും നമ്മ പോവാന്ന് പറയും. പിന്നെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും തീരുമാനം മാറിയിട്ടുണ്ടാവും, കാരണം രാവിലെ എണീക്കണമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ ഉണ്ടാവില്ല, അവരുണ്ടാവും. അപ്പം ഞാൻ വന്ന് കയറുമ്പോൾ സമയത്തായി 9:15 ഇപ്പം 2 എണീക്കണേ ഉള്ളൂ. അപ്പം ഇതെല്ലാവർക്കും കൂടെ തരികയുണ്ട് ഞാൻ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ അമ്പലത്തിൽ ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും സ്കൂൾ കുട്ടികളും അല്ലെങ്കിൽ ഇനി തിരക്ക് തന്നെയാവും, കാരണം സ്കൂളൊക്കെ അടച്ചല്ലോ അല്ലേ. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ 7:30 ആയപ്പോഴാണ് അവിടെ എത്തിയത് കേട്ടോ. ഇവിടുന്ന് ഒരു 7 മണി ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. 6:50 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 7:30 ആയപ്പോൾ അവിടെ എത്തി പോന്നു. അപ്പം ഇന്ന് എന്താ പറയണത്, ഇന്നൊരു കുക്കിംഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോയാലെന്നാലും. അതിൻ്റെ ഇടയിൽ ചെറിയ പണികളൊക്കെ ഉണ്ട് ഇവിടെ, അവർക്കൊന്ന് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളന്ന് ഹെയർ ഓയിലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അതിൻ്റെ എത്ര റേറ്റും കാര്യങ്ങളും ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ എണ്ണ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കണവരുണ്ട് കേട്ടോ. അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും, അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ. അതല്ലാതെ നമ്മൾ എണ്ണയൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് എത്ര റേറ്റ് എന്നുള്ളത് അപ്പോൾ പറയും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഈ കാണുന്നത് വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ വട്ടയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള വട്ടയപ്പം എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വെള്ള അവിലുണ്ടല്ലോ, വെള്ള അവിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ചെടുത്തിട്ട്, അതായത് വലിയ ഗ്ലാസ് എന്നല്ല, അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിക്കുന്ന അതേ ഗ്ലാസ്സിൽ നിറച്ച് വെള്ള അവിലെടുത്തിട്ട് അതിന് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ. അത് ഒരുപാട് സമയമൊന്നും വെക്കണമെന്നില്ല, ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചൊരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അവിലൊന്ന് കുതിർന്ന് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ലല്ലോ. പിന്നെ ഞാനിത് തലേ ദിവസം നമ്മൾ ആ നേരത്തെ കാണിച്ച അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് ഗ്ലാസ്സാണ്, അതിൽ എത്ര ഉണ്ടായിരിക്കും എന്ന് കണക്ക് പറയാമെന്ന് എനിക്കറിയില്ല. ആ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരി ഞാൻ നൈറ്റ് കിടന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അങ്ങനെ നൈറ്റ് തന്നെ ഇടണമെന്നൊന്നുമില്ല, രാവിലെ ഒരു 3-4 മണിക്കൂർ നമുക്കൊരു പച്ചരി കുതിർന്ന് വരാനുള്ളൊരു സമയം മാത്രം മതി. അപ്പം ഞാൻ ഏതായാലും രാവിലെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നൈറ്റ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി, പിന്നെ ഞാൻ തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ തിരഞ്ഞു, പിന്നെ അവിടെ പുറകിലാണ് വിറക് വരാം.
അവിടെ പോയിട്ട് തേങ്ങ ഇട്ട് വെച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ തേങ്ങ കാണുന്നില്ല. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനടിയിൽ നിന്ന് വിറക് വരേൻ്റെ അടിയിൽ നിന്ന് ഒരു തേങ്ങ കിട്ടിയിട്ടോ. നമുക്കിവിടെ തെങ്ങൊന്നും ഇല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ തെങ്ങില്ല. ഒരു തെങ്ങെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും അടുക്കളയിലെ ആവശ്യത്തിനെങ്കിലും തേങ്ങ കിട്ടും. നമ്മൾ തേങ്ങയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ അവരത്ത് പറമ്പിലുള്ള തേങ്ങയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് തരുകയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പള്ളിയുണ്ട് ഇവിടെ, ആ പള്ളിയുടെ തേങ്ങയൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. 20-25 തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ തേങ്ങ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ ഒരു മുറി തേങ്ങ എടുത്തു കേട്ടോ. 2 ഒന്നും എടുത്തിട്ടില്ല. തേങ്ങ അങ്ങനെ കുറവായതുകൊണ്ട് തന്നെ ഒരു മുറി തേങ്ങ എടുത്തു. അതൊന്ന് ചിരകി വെച്ചു കേട്ടോ. തേങ്ങ ഉള്ള സമയത്ത് എല്ലാത്തിനും തേങ്ങ ഉപയോഗിക്കും. കറിക്കല്ല കേട്ടോ അധികം. നമ്മൾ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യത്തിന് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറികൾക്ക് വല്ല തേങ്ങാപ്പാൽ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള പോലെയാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലപോലെ അങ്ങോട്ട് വാരിയിടുമല്ലോ, ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. തേങ്ങ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനും തേങ്ങയും തേങ്ങാപ്പാലും തേങ്ങ ചെറിയതും തേങ്ങയും കൊണ്ടൊരു അഭിഷേകമാവും. അപ്പോൾ ഏതായാലും തേങ്ങ ഇനിയിപ്പോൾ ഒന്ന് തന്നെ ഉള്ളൂ, ഇനി വാങ്ങിയിട്ട് വേണം. അപ്പോൾ ആ തേങ്ങ ഞാനവിടെ ചിരകി വെച്ചപ്പോൾ കുറച്ച് താഴെ ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരകിയപ്പോൾ. അത് ഞാനവിടെ അടിച്ചൊരു കളഞ്ഞു. അതല്ലെങ്കിൽ എന്താണെന്ന് അറിയുന്ന ഉറുമ്പ് എന്തെങ്കിലും വന്ന് അതവിടെ നിറയും. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മിക്സി എടുത്താണ് കേട്ടോ ഞാൻ, അതൊക്കെ ഒന്ന് അരയ്ക്കാനുണ്ട്. മിക്സി എടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മയാണ് തോന്നുന്നു ഇതിലെന്തോ ആട്ടിയിട്ടേ ഇതിൻ്റെ പുറത്തൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് തുടച്ച് വെച്ചു കേട്ടോ. മിക്സി നമ്മൾ എന്തെങ്കിലും അരയ്ക്കുക ആട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് തുടച്ച് വെച്ചാൽ പിന്നെ അതിലുണ്ടാവില്ല. പക്ഷെ ഇവരാരോ മക്കളോ ഇനി അമ്മയാണെന്ന് അറിയില്ല, ആരോ എടുത്തിട്ടേ അതിൻ്റെ പുറത്ത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് തുടച്ചു. പിന്നെ ഞാനിത് മാവൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കാൻ വേണ്ടി ഒരു പാത്രം കൂടെ താഴ്ത്തുനിന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പച്ചരി കഴുകി വെച്ച പച്ചരി കുറേശ്ശെ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം മതി. നമുക്ക് നനഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. വെള്ളം ഓവറായി കഴിഞ്ഞാൽ അത് ശരിയായി കിട്ടൂല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പച്ചരി നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ അരച്ചെടുക്കുകയാണ് കേട്ടോ. മുഴുവനായിട്ട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല. പിന്നെ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് മക്കളിങ്ങനെ പറയണ്ടായിരുന്നു, അമ്മ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കമൻസൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു വേറൊരു ഐറ്റം ഉണ്ടാക്കാനാണ് വിചാരിച്ചു. മക്കൾ വട്ടയപ്പം മതി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പച്ചരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തു. ഇത്രയൊരു ലൂസിലാണ് കേട്ടോ അരച്ചിട്ടുള്ളത്, ഒരുപാട് തിക്കുമല്ല എന്നാൽ നല്ല ലൂസുമല്ല. അപ്പോൾ അത് ഞാൻ അരച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി, എന്നിട്ട് ഇതുപോലൊരു തവിയിൽ ഒരു 2 തവി ഈ അരച്ച പച്ചരി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കപ്പി കാച്ചാനെന്ന് പറയുമല്ലോ, കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തരിയൊക്കെ ഇങ്ങനെ കാച്ചെടുക്കുമല്ലോ, അതേപോലെ ഇത് കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു. ഇനി വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസും കൂടി ഒഴിക്കാം. 1 ഗ്ലാസ്സിൽ കൂടാൻ പാടില്ല കേട്ടോ. 1 ഗ്ലാസ് വരെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ പറ്റും. വലിയ ഗ്ലാസ്സിനല്ല ഞാൻ പറയണേ, ചെറിയ ഗ്ലാസ്സിനാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം വരെ ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഒരു 1/2 ഗ്ലാസ് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയുടെ ജാറിനെ കഴുകിയിട്ടുള്ളത് ഒഴിച്ചു. അപ്പോൾ ഞാൻ ടോട്ടലി 2 തവിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഇനി ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് കാച്ചിയെടുക്കുകയാണ്. നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് കുറുകി വരുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും, പെട്ടെന്ന് ഇതങ്ങോട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ അതൊന്ന് കാച്ചിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇളക്കിയാൽ പോലും അങ്ങോട്ട് നീങ്ങൂല, അങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ അത് നന്നായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴത്തേക്കും പിന്നെ ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ മിക്സിയിൽ, അതായത് പച്ചരി അരച്ച അതേ ജാറിൽ തന്നെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ഇനി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ആ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആ കുഞ്ഞിയ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ഉണ്ടായിരുന്നു. കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കണതെല്ലാം മെഷർമെൻറ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴേ അതെല്ലാം ഒരേ അളവിൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അതേ ആ പാത്രത്തിൻ്റെ അളവിൽ തന്നെ എല്ലാം ചെയ്താൽ മതി. പിന്നെ നമ്മൾ അവിൽ പിന്നെ കുതിർത്ത് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതിലേക്ക് ഇട്ടു. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ. ഈ ഒരു സ്പൂൺ ഞാൻ നിറച്ചൊന്നും എടുത്തിട്ടില്ല, നമുക്കറിയാമല്ലോ എത്രത്തോളം വേണമെന്നുള്ളത്, അതിനനുസരിച്ചുള്ള ഈസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ നമ്മൾ കായ്ച്ച് വെച്ചിട്ടുള്ള അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് നമ്മൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ഈ കാച്ചിയതും തേങ്ങയും അതുപോലെ തന്നെ തരി കാച്ചിട്ടുണ്ടല്ലോ അതും അതുപോലെ തേങ്ങയും ഈസ്റ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ പച്ചരി അരച്ച് വെച്ചതിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊരു തിക്കിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇത്രയും വെള്ളം കൂടി മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അതിൽ കൂടുതലാവരുത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കരുത്. ഇത്രയും വെള്ളം, ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ടില്ല, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാവൊന്ന് പൊങ്ങി വരാനുള്ളൊരു സമയം കേട്ടോ, അത്രയും സമയം മതി. പിന്നെ ഈ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ മധുരം ഒന്ന് നോക്കിക്കോളണം കേട്ടോ. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര, അപ്പോൾ ഞാൻ ആ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ട്, നമ്മൾ തേങ്ങയും അതുപോലെ കാച്ചി വെച്ച അതും പിന്നെ ഈസ്റ്റും കൂടി അരച്ച സമയത്ത് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. 2 ടീസ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. അത് പറയാൻ മറന്നു പോയിട്ടു. അപ്പോൾ ഇത് കൂട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ് മധുരം നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വട്ടയപ്പം ആകുമ്പോഴും മധുരമാണല്ലോ ഉള്ളത്. അപ്പോൾ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം എന്നുള്ളവർക്ക് ഇവിടെ മധുരമാണ് കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊടിച്ചു. എന്നിട്ട് പൊടിച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മധുരം വട്ടയപ്പത്തിന് കുറച്ച് മധുരം വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓവർ മധുരം അല്ല പറഞ്ഞേ, എന്നാലും ഒരു മീഡിയം മധുരം വേണം. അപ്പോൾ ഇവിടെ കുറച്ച് അധികം മധുരം തന്നെ വേണം കുട്ടികൾക്ക്. ഓവറായിട്ടല്ലെങ്കിലും കുറച്ചധികം മധുരം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ പഞ്ചസാര ചേർത്ത് അതാവില്ല. അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കണമല്ലോ കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഒരുപാട് ഉപ്പ് ചേർത്ത് ഓവറാക്കി കളയണ്ട. ഓക്കെ, അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റാക്കി ഇനി ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിത് ശരിക്കും ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ അത് കൂട്ടിയൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ അതിനിടയിൽ ഞാൻ അടുക്കളയ്ക്ക് വെറുതെ ഒന്ന് വന്ന് നോക്കിയതാട്ടോ, ഒരു 2:30 ആയപ്പോൾ. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ആ മാവ് ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഓർത്ത് ഇപ്പം ഉണ്ടാക്കാമെന്ന്. കാരണം ഇത്രയും മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, ഞാനൊരു മണിക്കൂറൊന്നും നോക്കണില്ല, 4 മണിയാകുമ്പോൾ ഈവനിങ് സ്നാക്സായിട്ട് അങ്ങനെ ഉണ്ടാക്കാം ആ സമയത്തെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വെറുതെ അടുക്കളയിൽ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വന്നത്, അടുക്കള വാതിലൊക്കെ അടച്ചിട്ടുണ്ടോ നോക്കട്ടെ എന്ന് വന്ന് നോക്കിയതാട്ടോ. എപ്പോഴും പൂച്ച വാതിൽ തുറന്നിട്ടാൽ പൂച്ച കയറും. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് മാവ് അങ്ങനെ പൊങ്ങിയത് കണ്ടത്. അപ്പോൾ ഇനി ഏതായാലും ഞാനിത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിലാണ് നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇഡ്ഡലിത്തട്ടിൻ്റെ ഈ ഒരു തട്ടുണ്ടല്ലോ, നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിക്കണേ, അത് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കമിഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ നമ്മുടെ കേക്ക് ചെയ്യണ പാത്രം, കേക്ക് ബേക്ക് ചെയ്യണ പാത്രം ഉണ്ടല്ലോ ടിന്ന്, അതിൽ തന്നെയാണ് ഞാനിതൊന്ന് പിന്നെ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കണേ. അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വട്ടത്തിലുണ്ടെങ്കിൽ അതിലും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാനത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബേക്ക് ചെയ്യണ പാത്രത്തിലേക്ക് ഒന്ന് ഓയിലൊന്ന് ജസ്റ്റ് തുള്ളി ഒഴിച്ചിട്ടൊന്ന് തടവി കൊടുക്കുക കേട്ടോ. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി.
നമ്മൾ ഇഡ്ഡലിയൊക്കെ ഫസ്റ്റ് നമ്മൾ മാവ് ആ തട്ടിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇളവി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ ഒരു തുള്ളി ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലത്തെ പിന്നെ ഇതും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നിറച്ച് നമ്മൾ കേക്കിന് ബാറ്റർ ഒഴിക്കുന്ന പോലെ നിറച്ചൊഴിക്കേണ്ട കേട്ടോ. ഒരു 3-4 തവിയൊക്കെ എടുത്ത് ഒഴിച്ചാൽ മതി. കാരണം ഒരുപാട് തിക്കായിട്ട് നമുക്ക് വേണ്ട, എന്നാൽ ഒരു കുറഞ്ഞ തിക്നെസ്സിലും ആണല്ലോ ഇതിരിക്കേണ്ടത്. വട്ടയപ്പത്തിൻ്റെ ഒരു കനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മതി. ശരിക്കും ഇത് 3 വട്ടയപ്പം ഉണ്ടാക്കാൻ ഉള്ളതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 വട്ടയപ്പം ഉണ്ടാക്കി, പിന്നെ കുറച്ച് പാലപ്പത്തിൻ്റെ ഇതുപോലെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ടെടുത്തു. ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാവിന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ ഒഴിച്ചെടുക്കുക. പക്ഷേ ഒരുപാട് നിറച്ചൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഞാൻ ഫസ്റ്റത്തേന് ഇത് അതുപോലൊരു ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കണത്തിൽ തന്നെയാണ്. ഇനി നമ്മളൊന്ന് അടച്ച് കൊടുക്കുക. പിന്നെ ഒരു 10-12 മിനിറ്റ് നമ്മൾ സാധാ ഇഡ്ഡലിയൊക്കെ വേവിക്കണ അത്രയും ഒരു ടൈം തന്നെ ഉള്ളൂ കേട്ടോ. വെന്തോന്നറിയാൻ ഒരു 12 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റോ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു തവി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പപ്പടക്കോലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ഒട്ടി പിടിക്കുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കത് റെഡി ആയിട്ടുണ്ടെന്നാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ സെയിം തയ്യാറാക്കി എടുക്കണ പോലെ തന്നെ. അപ്പം ഞാനങ്ങനെ പുറത്തേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഒന്ന് ചൂട് പോയതിന് ശേഷം പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു 3 വട്ടയപ്പത്തിനുള്ളതുണ്ട്. പിന്നെ ഒന്നും കൂടെ തയ്യാറാക്കി എടുക്കട്ടെ കേട്ടോ. ബാക്കിയുള്ള മാവ് അവർക്ക് വെറുതെ പാനിൽ അങ്ങനെ ഉണ്ടാക്കാനും പറഞ്ഞു കേട്ടോ മക്കൾ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. കിച്ചൻ മോളിനോട് പറയണേ, അമ്മ വിശക്കുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് കണ്ട അപ്പം പറയും വിശക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വിശക്കുണ്ടെങ്കിൽ ചോറുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ചോറിക്ക് വേണ്ടക്ക് ഇത് മതി, അമ്മ കട്ട് ചെയ്തതാ. ഞാൻ പറഞ്ഞു ഒന്ന് ഇറക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ, ചൂടൊക്കെ പോയിട്ട് പതുക്കെ ഇരുന്ന് കഴിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള സാധനം ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ രാവിലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇരിക്കാൻ ഇവിടെ ഇനി കേക്ക് ആവട്ടെ എന്ത് സാധനം അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം കട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഞാൻ ഇത് വേഗം തട്ടിയിട്ട്, നല്ല ചൂടൊന്നും പോയില്ല, എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ട് അങ്ങനെ ഓയിൽ തടവിയിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും, ഒന്ന് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മാവൊക്കെ ഉണ്ടല്ലോ, മാവൊക്കെ വെറുതെ വന്നിരുന്ന് ഇങ്ങനെ വിരലുകൊണ്ട് തോണ്ടിയിട്ട് നാവിലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ കിച്ചുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു വട്ടയപ്പത്തിന്, നല്ല മണവും ഉണ്ടാവും, അതുപോലെ ആ ടേസ്റ്റുമാണ്. ഒരു ചെറിയൊരു മധുരം, അങ്ങനെ പുളിയും മധുരവും എല്ലാം കൂടി ആവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് തണുത്തോട്ടെ കിച്ചുമോളെ, എന്നിട്ട് കട്ട് ചെയ്ത് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിലും ഇത് തന്നെയായിട്ട് അവസ്ഥ. കേക്ക് ഉണ്ടാക്കുമ്പോഴങ്ങോട്ട് തുടങ്ങിയാൽ അതിൻ്റെ ചുറ്റിപ്പറ്റി അടുക്കളയിൽ കൂടെ അങ്ങനെ നടക്കും. ചോറും അങ്ങനെയുള്ള ഐറ്റമൊന്നും വേണ്ട, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കൊന്നും കൂടെ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ബേക്ക് ചെയ്യണതും അതുപോലെ പുഡിങ്ങും അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയ സമയത്ത് അതിൻ്റെ അടിഭാഗം നന്നായിട്ട് ചിരകിയെടുത്തിരുന്നു ഞാൻ. നമ്മൾ ഈ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം ചിരകിയെടുക്കുമ്പോൾ എന്താണെന്നറിയോ, ആ ഒരു ചുമപ്പുണ്ടല്ലോ അതും ഇതിൽ കയറി വരും. അപ്പോൾ രണ്ടാമത്തെ ഞാൻ ഒന്നുകൂടെ കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതൊന്നുകൂടെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വട്ടയപ്പം. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെയും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വട്ടയപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഇവിടെ കൊതിമൂത്തിരിക്കുന്നുണ്ട് മക്കൾ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ. അപ്പോൾ തത്തൂസും കിച്ചും ഒക്കെ വന്ന് തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അമ്മ നല്ല സോഫ്റ്റില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് തൊട്ട് നോക്കിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത്രയും തിക്നെസ്സിലാണ് ഞാൻ ആദ്യത്തെ ഉണ്ടാക്കിയത്. രണ്ടാമത്തെ ഞാൻ ഒന്നും കൂടെ കനം കുറച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു. ഓരോരുത്തർ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. എനിക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ രാവിലെയാണ് ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ്, രാവിലത്തേക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.